കല്യാണ പല്ലക്ക്. പിറ്റേ ദിവസം രാവിലെ മഹേഷ് ഉണരുമ്പോൾ ഗായത്രി സ്റ്റഡി ടേബിളിന് മുമ്പിലിട്ടിരിക്കുന്ന ചെയറിലിരുന്നു കൊണ്ട് പഠിക്കുകയായിരുന്നു. പക്ഷേ മുറിയിലാകമാനം ഇരുട്ടായിരുന്നു. അവൾ സ്റ്റഡി ലാമ്പിന്റെ വെളിച്ചത്തിലാണ് പഠിക്കുന്നത്. കണ്ണു തിരുമ്മി എഴുന്നേറ്റ മഹേഷ് അവൾക്കരികിലേക്ക് വന്ന് നിന്നുകൊണ്ട് അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. തനിക്ക് പഠിക്കണമായിരുന്നെങ്കിൽ ലൈറ്റ് ഇടാൻ മേലായിരുന്നോ? ഏയ്, മഹിയേട്ടൻ ഉണരണ്ടല്ലോ എന്നൊരുത്തി കരുതിയാ ഞാൻ ലൈറ്റ് ഇടാതിരുന്നത്. അത് കൊള്ളാം. ഈ ഇരുട്ടത്തിരുന്ന് പഠിച്ചാൽ കണ്ണു പോകും പെണ്ണേ. അതും പറഞ്ഞ് മഹേഷ് അവളുടെ തലയ്ക്ക് ചെറുതായി ഒന്ന് കൊട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ ഗായത്രി ഒരു ചിരിയോടെ വീണ്ടും പഠിത്തം തുടർന്നു. ഏകദേശം 6 മണി കഴിഞ്ഞ ശേഷമാണ് അവൾ അടുക്കളയിലേക്ക് ഇറങ്ങിച്ചെന്നത്. മോൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റോ? അവളെ കണ്ട മാത്രമേ തന്നെ ഗീത ചോദിച്ചു. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നമ്മേ. ഞാനതുകൊണ്ട് 4 മണിക്ക് ഉണർന്നതാ. ആഹാ, വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമല്ലേ? അതെ അമ്മേ, എനിക്ക് രാത്രി വൈകിയിരുന്ന് പഠിച്ചാലേ തലയിലേക്ക് ഒന്നും കയറില്ല. പക്ഷേ പുലർച്ചെ എഴുന്നേറ്റിരുന്ന് പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കുന്നതൊക്കെ മനസ്സിൽ നിൽക്കും. മഹേഷിനെ പോലെ തന്നെയാണല്ലോ മോളും. മഹേഷും ഇതുപോലാ. രാവിലെ വെളുപ്പാങ്കാലത്തെ കുത്തിയിരുന്നൊരു പഠിത്തം അവനും. പക്ഷെ മിടുക്കനായിരുന്നു കേട്ടോ. പഠിച്ച സ്കൂളുകളിലെല്ലാം ഒന്നാമതായിരുന്നു. ഉം, അച്ഛൻ പറഞ്ഞെനിക്കറിയാം. മഹേട്ടൻ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു അല്ലേ? ഗായത്രി ചിരിയോടെ മറുപടി പറഞ്ഞു. ഗീത അപ്പോഴേക്കും പതഞ്ഞു പൊങ്ങിയ ദോശമാവിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കിക്കൊണ്ട് ദോശക്കല്ല് ഗ്യാസിലേക്ക് വെച്ചു. മോള് ചായ കുടിച്ചില്ലല്ലോ? ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പിലേക്ക് അല്പം ചായ പകർന്ന് ഗായത്രിക്ക് നൽകിയവർ. ശേഷം ദോശ ഉണ്ടാക്കുന്നത് തുടർന്നു. ദോശയ്ക്ക് എന്താ അമ്മേ കറി? സാമ്പാർ ഉണ്ടാക്കാം. എന്താ മോളെ, വേറെന്തെങ്കിലും വേണോ? അമ്മേ, ഞാനൊരു തക്കാളി ചട്നി ഉണ്ടാക്കട്ടെ ഇന്ന് ദോശയ്ക്ക്. അതിനെന്താ, മോളുണ്ടാക്കിക്കോ. ദേ, സാധനങ്ങളെല്ലാം അവിടെയുണ്ട്. പിന്നെ തക്കാളി ഫ്രിഡ്ജിലും ഉണ്ട്. ശരിയമ്മേ. ഗായത്രി 3 തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞ് കുറച്ച് കുഞ്ഞുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും എല്ലാം വഴറ്റി പൊടികളൊക്കെ ഇട്ട് തക്കാളിയൊക്കെ വെന്തു വന്നപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ അത് തണുക്കാൻ വെച്ചിട്ട് നേരെ മുകളിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും പാത്രത്തിലിരുന്ന തക്കാളിയൊക്കെ തണുത്തിട്ടുണ്ട്. അവളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചു. നന്നായി അടിച്ചെടുത്തു. ശേഷം കടുക് പൊട്ടിച്ചു. ചമ്മന്തി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടു. അല്പം ഒന്ന് കൈവെള്ളയിലേക്ക് എടുത്തുകൊണ്ട് രുചിച്ചു നോക്കി. സ്വയം തൃപ്തി വരുത്തി അതൊരു ബൗളിലേക്കാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നു വെച്ചു. ശേഷം ഗായത്രി മുകളിലേക്ക് ചെല്ലുമ്പോൾ മഹേഷ് ബാങ്കിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. മഹേട്ടൻ ഇന്ന് നേരത്തെയാണോ? ഏയ്, താനിന്ന് ലേറ്റായതാ. അപ്പോഴാണ് ഗായത്രി നോക്കുന്നത്. ഈശ്വര, അടുക്കളയിൽ പോയി അവിടെ കറങ്ങിത്തിരിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അവൾ ആവലാതിയോടെ കോളേജിൽ പോകാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. തിരിച്ചിറങ്ങി വരുമ്പോൾ മഹേഷ് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ടു. ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലടോ. എന്താ? ഞാനൊരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെന്താ, പറയാലോ. അവരിരുവരും ഒരുമിച്ചായിരുന്നു താഴേക്ക് ഇറങ്ങിച്ചെന്നത്. അപ്പോഴേക്കും ഗീതയും മാധവനും കഴിക്കാനായി വന്നിരുന്നു. അച്ഛാ, ഈ ചട്നി അല്പം കഴിച്ചു നോക്കിക്കേ, ഞാൻ ഉണ്ടാക്കിയതാ. ഗായത്രി ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു സ്പൂണിൽ ചട്നി കോരി മാധവന്റെ പ്ലേറ്റിന്റെ സൈഡിലേക്ക് വെച്ചു. ദോശ അല്പം മുറിച്ച് അതിൽ മുക്കി വായിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ച് അയാൾ ആസ്വദിച്ചു കഴിച്ചു. കൊള്ളാം മോളെ, സൂപ്പർ. ആ, നന്നായിട്ടുണ്ടല്ലോ മോളെ, ഗീതയും പറഞ്ഞു. മഹേട്ട് കഴിക്കുന്നില്ലേ? ഗായത്രി എടുത്തു ചോദിച്ചു. മഹേഷ് അല്പം ചട്നി അവന്റെ പാത്രത്തിലേക്കും വിളമ്പിക്കൊടുത്തു. കൊള്ളാടോ, നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അല്ലേമ്മേ? അതെ, ഈ ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലത് പറഞ്ഞപ്പോൾ ഗായത്രിക്ക് സന്തോഷം തോന്നി. പിന്നെ ഗീതയോടും മാധവനോടും യാത്ര പറഞ്ഞുകൊണ്ട് അവരിരുവരും പോകാനായി ഇറങ്ങി. പതിവ് പോലെ മഹേഷ് ഗായത്രിയെ ബസ് സ്റ്റോപ്പിലിറക്കി ബാങ്കിലേക്ക് പോയി. ഗായത്രിയുടെ ക്ലാസ് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിളൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിനുള്ള പ്രിപ്പറേഷനിലാണ് അവൾ. പിന്നെ ലാസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഫൈനൽ സബ്മിഷൻ ഇന്നായതുകൊണ്ട് ഗായത്രിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഗായത്രി ക്ലാസ് റൂമിലേക്ക് കയറാൻ തുടങ്ങുന്ന നേരത്താണ് ശ്രീനന്ദയും ശ്രീബാലയും അതുവഴി വരുന്നത്. നിങ്ങളെന്താ ഈ ഡിപ്പാർട്ട്മെന്റിൽ? ഏയ്, ഇവിടെ ഒരാളെ കാണേണ്ട ആവശ്യമുണ്ട്. നീ ഇപ്പോൾ വന്നതേ ഉള്ളോ? ആടി, ഇന്നിപ്പോൾ ലേറ്റ് ആയിപ്പോയി. എങ്കിൽ പിന്നെ വേഗം ക്ലാസ്സിലേക്ക് വയ്ക്കോ, ഈവനിങ് കാണാം. ഒരേ കോളേജാണെന്ന് പറഞ്ഞാലും അവർ 3 പേരും പല പല ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് തന്നെ
കോളേജിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളൊക്കെ വളരെ ചുരുക്കമാണ്. അതേസമയം രാഹുലിന്റെ വീട്ടിൽ മണി 7 ഗംഗയെ മുറിക്ക് പുറത്തേക്ക് കണ്ടില്ല. എന്തു പറ്റി ഉഷേ? ആ പെങ്കൊച്ച് ഇതുവരെ എണീറ്റില്ലേ? സുശീല രഹസ്യം പോലെ ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് ഉഷയോട് ചോദിച്ചു. എനിക്കറിയത്തില്ല ചേച്ചി. ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. പിള്ളേരല്ലേ. ഉഷ എങ്ങും തൊടാതെ ഒരു മറുപടി കൊടുത്തു. രാഹുൽ രാവിലെ എഴുന്നേറ്റ് എവിടെയൊക്കെയോ പോകുന്ന കണ്ടല്ലോ. ആ, അവൻ ആ കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും തെണ്ടിത്തിരിയാൻ പോയതായിരിക്കും. അവന്റെ കാര്യം പിന്നെ എന്നും അങ്ങനെയാണല്ലോ. ഉഷ വീണ്ടും അലസതയോടെ പറഞ്ഞു. എന്നാലും ഒരു വീടാകുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ മൂട്ടിൽ വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങുന്നത് മര്യാദയാണോ? ഈ ശീലമൊക്കെ മാറ്റണ്ടേ? സുശീല ആരോടെന്നല്ലാതെ പറഞ്ഞപ്പോൾ ഉഷ അതിന് മറുപടി പറയാതെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. ജനലിൽ മറച്ചു വെച്ചിരുന്ന ചുരിദാർ ഷോളിന്റെ ഇടയിലൂടെ ഇളമ്പയിൽ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് ഗംഗ കണ്ണു ചിമ്മി തുറന്നത്. കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് മൂരി നിവർന്നുകൊണ്ട് അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. 3 ദിവസം കൂടി കട്ടിലിൽ കിടന്നുറങ്ങിയതുകൊണ്ടാണോ എന്തോ ശരീരവേദനയില്ലായിരുന്നു ഉറങ്ങി എഴുന്നേറ്റപ്പോൾ. ഗംഗ മനസ്സിലോർത്തു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ചാടിപ്പടിഞ്ഞ് കട്ടിലിൽ നിന്ന് എണീറ്റു. പ്രതീക്ഷിച്ചതുപോലെ രാഹുൽ എടുത്തില്ല. കൈ എത്തിച്ച് സൈഡിലിരുന്ന് ഫോണെടുത്ത് സമയം നോക്കിയവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. 7:15. ഈശ്വര, ഇനി താമസിച്ച് എഴുന്നേറ്റയിൽ എന്തൊക്കെ കേൾക്കണം. ഉഷയവൾക്ക് അത്ര പേടിയില്ല. പക്ഷെ സുശീലയോട് അല്പം ഭയമൊക്കെയുണ്ട്. ഉഷ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനൊന്നും പറയില്ല. പക്ഷെ സുശീല അങ്ങനെയല്ല. മുന്നും പിന്നും നോക്കാതെ പറയാനുള്ളത് വെട്ടിത്തുറന്ന് മുഖത്ത് നോക്കി വെക്കണം. പേടിയോടെയാണ് ഗംഗ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നത്. ഉഷ എന്തെങ്കിലും പറയുമോന്ന് പേടിച്ച് അടുക്കളയിൽ താളം ചവിട്ടി നിൽക്കുന്നവളെ ഒരു കണ്ണാലെ രമ്യ കാണുന്നുണ്ടായിരുന്നു. എന്തു പറ്റി ഗംഗേ? എഴുന്നേക്കാൻ വൈകിയോ? അത് അത് പിന്നെ ചേച്ചി, ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി. ഒരു ചെറുവിക്കലോടെ കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ തല താഴ്ത്തി നിന്നുകൊണ്ട് ഗംഗ പറഞ്ഞു. അതും കേട്ടുകൊണ്ടാണ് സുശീലയുടെ വരവ്. ദേ കൊച്ചേ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാ, ഈ ഉഷയ്ക്കാണെങ്കിൽ തീരെ മേലാത്തതാ. പിന്നെ രമ്യ, അവൾ ഒരുത്തിയെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കാര്യമല്ല ഈ വീട്ടിലേത്. നീയും കൂടി ഒന്ന് സഹായിക്കണം, എങ്കിലേ കുടുംബം മുന്നോട്ട് പോകും. സുശീല പറഞ്ഞപ്പോൾ എങ്ങ തലകുലുക്കിക്കൊണ്ട് ഒന്നും മൂളി. എങ്കിൽ പിന്നെ വേഗം പോയി പല്ല് തേച്ച് വന്ന വല്ലതും കഴിക്കാൻ നോക്ക്. സുശീല പെട്ടെന്നത് പറഞ്ഞപ്പോൾ രക്ഷപ്പെട്ടതുപോലെ ഗംഗ ധൃതിയിലോടി മുറ്റത്തേക്കിറങ്ങി. അടുക്കളയുടെ ജനലിന്റെ സൈഡിൽ അവളുടെ ബ്രഷ് ഇരിപ്പുണ്ടായിരുന്നു. ബ്രഷ് എടുത്ത് അതിലേക്ക് അല്പം പേസ്റ്റും തേച്ച് നേരെ തുണിയലക്കുന്ന പൈപ്പിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ പല്ല് തേച്ച് വായും മുഖവും കഴുകി അകത്തേക്ക് കയറി വന്നു. അപ്പോൾ കാണുന്ന കാഴ്ച രമ്യ പുട്ടുകുറ്റിയിൽ നിന്നും പുട്ട് തള്ളി പാത്രത്തിലേക്ക് ഇടുന്നതാണ്. ഓ, ഇന്നിവിടെ പുട്ടാണോ? ഗംഗ പെട്ടെന്നത് കണ്ടപ്പോൾ മനസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ ശബ്ദം ഇത്തിരി കൂടിപ്പോയി. രമ്യ അത് കൃത്യമായി കേൾക്കുകയും ചെയ്തു. ഗംഗ പകപ്പോടെ ചുറ്റും നോക്കി. ഭാഗ്യത്തിന് ഉഷയും സുശീലയും അവിടെയില്ലായിരുന്നു. രമ്യ ഗംഗയെ നോക്കിയപ്പോൾ ഗംഗ അറിയാതെ പറ്റിപ്പോയതാണ് എന്നെ അർത്ഥത്തിൽ ഒരു ചമ്മിയ ചിരി പാസാക്കി. പിന്നെ ധൃതിയിൽ മുറിക്കകത്തേക്ക് കയറി ചെന്നു. ശോ, രമ്യ ചേച്ചി എന്ത് വിചാരിച്ചു കാണും എന്നെക്കുറിച്ച്? ഗംഗ തലയ്ക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കണ്ണാടിയെ നോക്കി മുടിയൊക്കെ ഒന്ന് ചീക്കി ഒതുക്കി വെച്ചു. ശേഷം അടുക്കളയിലേക്ക് ചെന്നു. ഒരു ചെറിയ കഷ്ണം പുട്ടും അതിനു മുകളിൽ അല്പം പഞ്ചസാരയും തൂക്കിക്കൊണ്ട് അടുക്കളപ്പടിയിലേക്കിരുന്നു. അന്ന് പതിവിന് വിപരീതമായി പഴം ഉണ്ടായിരുന്നില്ല പുട്ടിനൊപ്പം. അവൾ ആഹാരം കഴിക്കുന്നത് കണ്ടുകൊണ്ടാണ് സുശീല അവിടേക്ക് വന്നത്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. വന്ന വഴിയെ തിരിഞ്ഞു നടന്നു. ആഹാരം കഴിച്ച് പാത്രമൊക്കെ കഴുകി അത്യാവശ്യം അടുക്കള ജോലികളിലൊക്കെ രമ്യയെ സഹായിച്ച ശേഷം ഗംഗ നേരെ അവരുടെ മുറിയിലേക്ക് പോയി. അവളുടെ ഉദ്ദേശം ആ മുറിയൊന്നും വൃത്തിയാക്കുക എന്നതാണ്. കണ്ണുകൾ നാലുപാടും ചുറ്റി സഞ്ചരിച്ചു. ഓ, ഇതിനിടയിൽ ഒരു പാമ്പ് ഒന്ന് കയറിയപ്പോലും അറിയില്ല, അവൾ ആത്മഗതം പോലെ പറഞ്ഞു. ശേഷം മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്ന രാഹുലിന്റെ മുഷിഞ്ഞ തുണികളൊക്കെ വാരിയെടുത്തു. അവന്റെ തന്നെ ഒരു കാവിക്കൈലിയിലേക്കിട്ട് ഒരു വലിയ കെട്ടാക്കിക്കൊണ്ട് പുറത്ത് അലക്കുകല്ലിനരികിലേക്ക് കൊണ്ടുവച്ചു. അടുക്കളയിൽ നിൽക്കുന്ന ഉഷ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഗംഗ രാഹുലിന്റെ തുണികളൊക്കെ അലക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ഉഷയുടെ അതിരങ്ങളിൽ ഒരു കുഞ്ഞു ചിരി വിടർന്നു. ആ കൊച്ചു രാഹുലിന്റെ തുണിയൊക്കെ അലക്കി കൊടുക്കും അല്ലേ ഉഷേ? എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് പോലെ പിന്നിൽ കയ്യും കെട്ടി നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുശീല ഗംഗ അലക്കുകലിനടുത്തേക്ക് രാഹുലിന്റെ തുണിയുമായി പോകുന്നത് കണ്ടതും ഉഷയോട് വന്ന് ചോദിച്ചു. എന്റെ ചേച്ചി, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
ആ കൊച്ചവൻ്റെ തുണിയൊക്കെ എടുത്ത് അലക്കാൻ കൊണ്ടുപോയത്. ആ, എന്തേലും ആവട്ടെ. ഉഷേ ഉഷ ഇനി ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞൊഴിഞ്ഞു. അപ്പോഴാണ് രമ്യ ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. അല്ല ഉഷേ, ഇവളിത് എവിടേക്കാ പോകുന്നത്? രമ്യ റെഡിയായി വന്നത് കണ്ടതും സുശീല ഉഷയോട് ചോദിച്ചു. അത് പിന്നെ ഈ മാസത്തെ റേഷൻ ഇതുവരെ വാങ്ങിയില്ലേ ചേച്ചി, അവളത് വാങ്ങാൻ വേണ്ടി പോവാ. അവരോട് പറയുന്നതോടൊപ്പം ഉഷ റേഷൻ കാർഡും ഒരു വലിയ കവറും രമ്യയുടെ കയ്യിലേക്ക് കൊടുത്തു. കൂടെ എടുത്തോണ്ട് പോകും, ഭയങ്കര വെയിലാ പുറത്ത്. പിന്നെ സാധനം വാങ്ങിച്ചോണ്ട് നടന്നു വരണ്ട, കവലിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വാ. ഒന്ന് മൂളിക്കൊണ്ട് രമ്യ വീണ്ടും അവിടെ താളം തല്ലി നിന്നു. അമ്മേ, എന്താ രമ്യ? അമ്മേ, ഗംഗയുടെ കൈയും കഴുത്തൊക്കെ ഒഴിഞ്ഞു കിടക്കുമല്ലേ. മറ്റന്നാൾ എന്തായാലും കുറച്ചു പേരെങ്കിലും കാണും വിവാഹത്തിന്. എങ്ങനാ ഒന്നുമില്ലാതെ അവളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ വരുന്ന വഴി ഇമിറ്റേഷന്റെ 2-3 വളയും 2 മാലയും വാങ്ങട്ടെ. പേടിച്ച് പേടിച്ചാണ് രമ്യ ചോദിക്കുന്നത്. അതിന് നിന്റെ പൈസയുണ്ടോ? ആ വളവിന്റെ അവിടെ ഇരിക്കുന്ന 2 നില വീട്ടിലെ പുതിയ താമസക്കാരില്ലേ, അവിടുത്തെ കൊച്ചിന്റെ 2 ജോഡി യൂണിഫോം തയ്ച്ചു കൊടുത്തു. 1000 രൂപ അവർ ഇന്നലെ തന്നു. അതിരിപ്പുണ്ട് എൻ്റെ കയ്യിൽ, അതിന് വാങ്ങാം. വരുന്ന വഴിക്ക് മീൻ എന്തേലും കിട്ടുമെങ്കിൽ നീ ഇത്തിരി വാങ്ങിയിട്ട് വരാമോ? മറ്റന്നാൾ കല്യാണമായോണ്ട് ചിലപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും നേരത്തെ കയറി വന്നാലോ? ഇവിടാണെ ചോറിന് കറിയൊന്നുമില്ല. ഞാൻ വരുമ്പോൾ മീൻ വാങ്ങിയിട്ട് വരാമേ. എന്നതാ വേണ്ടത്? വലിയ വിലയാണെ വാങ്ങണ്ട, നീ നോക്കി മേടിച്ചോ മോളെ. ആ, അവിടെ ചെന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. എങ്കിൽ പിന്നെ സൂക്ഷിച്ചു പോയിട്ട് വാ, ഉഷ പറഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം വാതിൽപ്പടി വരെ ചെന്നു. രമ്യ കണ്ണിൽ നിന്ന് നടന്നകലുന്നതുവരെ ഉഷ അവളെ നോക്കി അവിടെ നിന്നു. പാവം കൊച്ച്, അതിന്റെ വിധിയൊന്നും ഓർത്തേണേ. ആങ്ങളച്ചക്കൻ ചോളതായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടേണ്ട അവസ്ഥയില്ലായിരുന്നു. ഉഷ നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്തേക്ക് നടന്നു. ഗംഗ അപ്പോഴും പൊരിഞ്ഞ വെയിലിനെ പോലും വകവയ്ക്കാതെ രാഹുലിന്റെ മുഷിഞ്ഞ തുണികളെല്ലാം അലക്കിയിടുന്ന തിരക്കിലാണ്. ഒരുപാട് തുണിയുള്ളതുകൊണ്ട് തന്നെ എല്ലാം അലക്കി തീർന്നപ്പോൾ അവളൊരു പരിവുമായി. അതിൻ്റെ ഒപ്പം അതെല്ലാം ഉലച്ചെടുത്ത് അഴയിലേക്ക് വിരിച്ചപ്പോൾ അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് നടു നിവർത്തിയാൽ മതിയെന്നായി. വല്ലാത്ത തളർച്ചയോടെയാണ് അവൾ അകത്തേക്ക് കയറിയത്. അപ്പോഴാണ് ഉഷ ഒരു ഗ്ലാസ്സിൽ നാരങ്ങ വെള്ളം അവൾക്ക് നേരെ നീട്ടിയത്. ഗംഗ ഗ്ലാസ് വാങ്ങാതെ അവരെ തന്നെ നോക്കി. നോക്കണ്ട, നാരങ്ങ വെള്ളമാ, കുടിച്ചോ. അവരത് പറഞ്ഞതും അവളത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അത്രത്തോളം ക്ഷീണവും ദാഹവും ഉണ്ടായിരുന്നവൾക്ക്. മേല് മുഴുവൻ നനഞ്ഞില്ലേ, കുളിച്ചിട്ട് കയറിയാൽ പോരായിരുന്നോ? അവൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് നിലത്തേക്ക് വീഴുന്നുവെന്ന് കണ്ടതും ഉഷ പറഞ്ഞു, ഞാൻ കുളിച്ചു മാറാനുള്ളത് എടുക്കാൻ വന്നതാ. അതും പറഞ്ഞുകൊണ്ട് അവൾ ധൃതിയിൽ അവരുടെ റൂമിലേക്ക് നടന്നു. പിന്നെ വേഗം കുളിച്ചു മാറാനുള്ള തുണികളും എടുത്ത് പുറത്തെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ ഇരിക്കുന്ന ഒഴിഞ്ഞ ചെരുവം കണ്ടതും ഗംഗ തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാരി നിന്നു. ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് കിണറ്റിന്റെ അരികിലേക്ക് ചെന്നു. 2 ബക്കറ്റിൽ വെള്ളം കോരി നിറച്ചുകൊണ്ട് അതുമായി ബാത്റൂമിലേക്ക് ചെന്നു. ബാത്റൂമിലിരുന്ന് ചരുവം നിറച്ചു. ശേഷം ഇട്ടിരുന്ന വസ്ത്രം പോലും മാറാതെ ധൃതിയിൽ 2 കപ്പ് വെള്ളം കോരി തലയിലൂടെ ഒഴിച്ചു. വല്ലാത്ത ആശ്വാസം തോന്നി അവൾക്ക്. കുളിയൊക്കെ കഴിഞ്ഞവൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കണ്ടത് സുശീല വേലിക്കരികിൽ നിന്ന് എന്തോ പറിച്ചെടുക്കുന്നുണ്ട്. കുറച്ചു സമയം അവൾ അവരെ തന്നെ നോക്കി നിന്നു, അതെന്താണെന്നറിയാൻ. പിന്നെ പതിയെ അകത്തേക്ക് നടന്നു. തലയൊക്കെ തോർത്ത് പുറത്തെ അയയിൽ വിരിച്ചിടാൻ അവൾ ഇറങ്ങി വരുന്ന നേരത്താണ് സുശീല വേലിക്കൽ നിന്ന് അകത്തേക്ക് കയറി വന്നത്. ഓ, എന്തൊരു ചൂടാ, മനുഷ്യൻ പൊള്ളിപ്പോയി. അവര് സ്വയം പറഞ്ഞുകൊണ്ട് വെയിൽ കൊള്ളാതിരിക്കാൻ തലയിലൂടെ ഇട്ട തോർത്തെടുത്ത് മുഖം ഒന്ന് തുടച്ചു. ഗംഗേ, ഇതൊന്ന് അരിഞ്ഞ് തോരൻ വെക്ക്. എന്താ ഇത്? അവരുടെ കയ്യിൽ കുറച്ച് പച്ചില ഇരിക്കുന്നത് കണ്ടതും ഗംഗ കാര്യം മനസ്സിലാകാത്തതുപോലെ അവരെ നോക്കി. അപ്പൊ ഇതൊന്നും അറിയില്ലേ? ഇതാണ് വേലിച്ചീര. അരിഞ്ഞ് തോരൻ വെച്ചാലേ നല്ല രുചിയാ. നീ ഇതൊന്ന് വെക്ക്. രമ്യ ചേച്ചി എന്തേ? നീ എന്തിനാ രമ്യയെ തിരക്കുന്നേ? അവളെന്താ നിന്റെ ജോലിക്കാരിയാണോ? പെട്ടെന്ന് സുശീല അങ്ങനെ ചോദിച്ചപ്പോ ഗംഗ വല്ലാതായി. ഒരു കയ്യിലേക്ക് കൊടുത്ത ഒരു പിടി ചീരയും പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണു മിഴിച്ചവിടെ നിന്നുപോയി ഗംഗ. ഹോളിൽ നിന്ന് അടുക്കളയിലേക്ക് വന്ന ഉഷ സുശീല പറഞ്ഞതൊക്കെ കേട്ടു. അതിനൊപ്പം ഗംഗയുടെ ആ നിൽപ്പ് കൂടി കണ്ടതോടെ അവർക്കറിയാതെ ചിരി വന്നു പോയി. ഗംഗെ,
നിനക്കറിയാമോ ഇതരിഞ്ഞ് തോരൻ വെക്കാൻ? ഉഷ ശബ്ദത്തിൽ അല്പം കടുപ്പം വളർത്തി ചോദിച്ചു. ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. എങ്കിലതിങ്ങിതാ, എന്നിട്ട് കണ്ടുപഠിച്ചു എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഉഷ പറഞ്ഞതും ഗംഗ അത് ഉഷയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആ അടുക്കളയുടെ സ്ലാബിലേക്ക് ചാരി നിന്നു. ഉഷ വിരലിലേക്ക് കയ്യുറയെടുത്തിട്ടുകൊണ്ട് അരക്കല്ലിലൊന്ന് തേച്ച് കത്തിക്ക് മൂർച്ച വരുത്തി. പിന്നെ അവരാ വേലിച്ചിര മുഴുവനും നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞിട്ടു. ഗംഗ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ഉഷ അപ്പോഴേക്കും ചീരയെല്ലാം അരിഞ്ഞ് അതിലേക്കൊരു സവാള കൂടി അരിഞ്ഞിട്ടു. പിന്നെ തോരൻ വയ്ക്കാൻ ആവശ്യമായ തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും പാകത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടിയൊന്ന് ഇളക്കിയെടുത്ത് പാത്രം അടുപ്പത്തേക്ക് വെച്ചു. കടുക് പൊട്ടിച്ച ശേഷം എല്ലാം കൂടി അതിലേക്ക് തട്ടിപ്പൊത്തിയിട്ടു. പിന്നെ അടച്ചു വെച്ച് തീ കുറച്ചു വെച്ചു. മനസ്സിലായോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? മനസ്സിലായി, ഗംഗ പതിഞ്ഞു സ്വരത്തി പറഞ്ഞു. എങ്കിൽ പിന്നെ അകത്തേക്ക് പോയിക്കും. ഉഷ പറഞ്ഞതും ഗംഗ ധൃതിയിലോടി റൂമിനകത്തേക്ക് കയറി. ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് കട്ടിലേക്ക് ഇരുന്നു. പിന്നെ മെല്ലെ ഫോൺ എടുത്ത് അല്പനേരം സ്ക്രോൾ ചെയ്തു. അപ്പോഴാണ് ഗംഗയെ ഓർക്കുന്നത് താനിപ്പോൾ അങ്ങനെ ഫോണൊന്നും എടുക്കാറേ ഇല്ലെന്ന്. ഫോൺ എടുക്കുന്നത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്പ് കാണുമ്പോഴേ അവൾക്കൊരുതരം വെപ്രാളമാണ്. തൻ്റെ ജീവിതത്തിലെ തകർച്ചയുടെ തുടക്കം അവിടെ നിന്നായിരുന്നല്ലോ. അവളൊരു വേദനയോടെ ഓർത്തു. പിന്നെ മടുപ്പോടെ ഫോൺ മാറ്റിവെച്ച് വെറുതെ കട്ടിൽ ക്രാസയിൽ ചാരി എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകി അങ്ങനെയിരുന്നു. രമ്യ നേരെ പോയത് സിറ്റിയിലേക്കാണ്. അവിടെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള അവൾക്കറിയാവുന്ന ഒരു ഇമിറ്റേഷൻ ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവൾ അവിടേക്ക് ചെന്ന് കയറി. ഗംഗയുടെ കൈക്ക് പാകമാകുന്ന തരത്തിൽ 4 വളകളും പിന്നെ വലിയ വിലയില്ലാത്ത 2 മാലകളും വാങ്ങി. അപ്പോഴാണ് ഓർത്തത് ഗംഗയ്ക്ക് കമ്മലുണ്ടാകുമോ എന്ന്. പിന്നെ ഒരു ചെറിയ ജിമുക്കി വാങ്ങി. പിന്നെ അവൾ അവിടുന്ന് നടന്ന് റേഷൻ കടയിലേക്ക് പോയി. റേഷൻ കടയിൽ നിന്ന് അരിയും പച്ചരിയും ഉഴുന്നുമൊക്കെ വാങ്ങി. റേഷൻ കടയുടെ തൊട്ടരികിൽ തന്നെ ഒരു മീൻകടയുണ്ട്. അവിടേക്ക് ചെന്നു. എല്ലാ മീനിനും ഭയങ്കര വില. ഇപ്പോൾ ട്രോളിംഗ് ആയതുകൊണ്ട് മീനധികം കിട്ടാനുമില്ല. ആകെ വിലക്കുറവുണ്ടായിരുന്നത് മത്തിക്കാണ്. 1/2 കിലോ മത്തിയും വാങ്ങി. സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് ഒരു ബസ് അതുവഴി വന്നത്. നട്ടുച്ച നേരമായതിനാൽ തന്നെ ബസ്സിനൊക്കെ ആ സമയം ട്രിപ്പ് കുറവാണ്. ബസ് ഇറങ്ങി കവലയിലെത്തി പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ കയ്യിലാകെ ഉണ്ടായിരുന്നത് 2 10ന്റെ നോട്ടും പിന്നെ കുറച്ച് ചില്ലറ തൊട്ടും. വീട് വരെ ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ എങ്ങനെ പോയാലും 30 രൂപ വേണം. കയ്യിൽ എത്രയൊക്കെ എണ്ണിപ്പറിക്കാലും 30 രൂപ ഉണ്ടാവില്ല. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഒരു കയ്യിൽ മീനും മറ്റേ കയ്യിൽ സാധനങ്ങളും അടങ്ങിയ ബിഗ് ഷോപ്പറും ചുമന്നുകൊണ്ട് അവൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ വീട് ലക്ഷ്യമാക്കി നടന്നു. 2 കയ്യിലും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് കുടയൊന്ന് നിവർത്താൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. കുട ചുരുട്ടി തന്റെ കയ്യിലിരിക്കുന്ന കവറിൽ വെച്ചുകൊണ്ട് ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷോളെടുത്ത് തലയെ കൂടി ഇട്ട് 2 കയ്യിലും സാധനങ്ങളുമായി അകത്തേക്ക് കയറി വരുന്ന ഗംഗയെ ഉഷ വല്ലാത്തൊരു നോവോടെയാണ് നോക്കിയത്. ഞാൻ പറഞ്ഞതല്ലേ രമ്യ, നിന്നോടൊരു ഓട്ടോ പിടിച്ച് വരണമെന്ന്. അത് പിന്നെ ബസ് ഇറങ്ങി പേഴ്സി നോക്കുമ്പോൾ ഓട്ടോയ്ക്കുള്ള കാശില്ല. പിന്നെ ഞാൻ കരുതി നടക്കാന്ന്. എന്നാലും ഇത്രയും ദൂരം ഈ സാധനം നോക്കി നടക്കാന്ന് വെച്ചാ ശോ. അവിടെ പരിചയമുള്ള ഓട്ടോക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അവരെ വിളിക്കാൻ മേലായിരുന്നോ? അതാവുമ്പോ പൈസ പിന്നാണെങ്കിലും കൊടുക്കായിരുന്നല്ലോ. ഓ, എന്തിനാമേ വെറുതെ ആവശ്യമില്ലാത്ത ഒരു കടവുണ്ടാക്കി വെക്കുന്നേ. ഞാനിങ്ങ് എത്തിയല്ലോ, നീ ഇങ്ങോട്ടിരിക്കെ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. അതും പറഞ്ഞു ഉഷ ഒരു വലിയ ഗ്ലാസ് നിറയെ നാരങ്ങ വെള്ളവുമായി അവിടേക്ക് വന്നു. ഇതെവിടുന്ന അമ്മേ നാരങ്ങ വെള്ളം? കഴിഞ്ഞ ദിവസമേ ആ രവിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ അവിടെ പ്രസന്റേഷൻ കൊടുത്തപ്പോൾ കിട്ടിയ നാരങ്ങയാ. അതൊരെണ്ണം അവിടെ കിടന്നു. ഞാൻ പിന്നെ അത് എടുത്തങ്ങ് പിഴിഞ്ഞതാ. ഗംഗയ്ക്ക് കൊടുത്തോ? രമ്യ കുടിക്കുന്നതിന് തൊട്ട് മുന്നേ ഉഷയോട് ചോദിച്ചു. ഗംഗയ്ക്കൊക്കെ കൊടുത്തതാ, നീ ഇത് കുടിക്ക്, ദാഹം മാറട്ടെ. ഒറ്റ വലിക്ക് തന്നെ രമ്യ വലിയ ഗ്ലാസ്സിലെ നാരങ്ങ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തു. അത്രത്തോളം ദാഹം ഉണ്ടായിരുന്നു അവൾക്ക്. അമ്മേ, ഞാൻ ഈ ഉടുപ്പൊന്ന് മാറിയിട്ട് വരാം, എന്നിട്ട് മീൻ വെട്ടാം. അതും പറഞ്ഞ ധൃതിയിൽ രമ്യ റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും സുശീല അവിടേക്ക് വന്നു. നീ ഇപ്പോൾ ഒരിടം വരെ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. അവിടെ ഇരിക്കുക ഗംഗേ, അവിടെ ഇരിക്കുക. ഗംഗ എവിടെ? അവളെ വിളിക്കും. എന്നിട്ട് വന്ന് മീൻ വെട്ടാൻ പറ, സുശീല ഉഷയോടായി പറഞ്ഞു. വേണ്ട ചേച്ചി, ആ കൊച്ചി ഇച്ചിരി മുമ്പാ കുളിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയത്. ഇത്തിരി മീനല്ലേ, അത് ഞാൻ വെട്ടിക്കോളാം.
ഇനി ഒരു സംസാരത്തിന് സുശീല മുതിരണ്ടല്ലോ എന്ന് കരുതി. അതും പറഞ്ഞുകൊണ്ട് ഉഷ ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. അങ്ങനെ മീൻകറിയും വേലിച്ചീര തോരൻ വെച്ചതും ചേർത്ത് അവരെല്ലാവരും ആഹാരം കഴിച്ചു. ഗംഗ എന്നാണെങ്കിൽ വയറ് നിറച്ച് ആഹാരം കഴിച്ചു. അവൾക്ക് ഉഷയുടെ കറികളെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിരിക്കുന്ന നേരത്താണ് ഗംഗ രമ്യക്കരികിലേക്ക് ഒരു കവറുമായി വന്നത്. തയ്ച്ചുകൊണ്ടിരുന്ന രമ്യ ഗംഗയെ കണ്ടതും തയ്യൽ നിർത്തി. ഇതെന്താ ഗംഗെ ഈ കവറ്? അത് രാഹുൽ എനിക്ക് മറ്റന്നാൾ വിവാഹത്തിനിടാൻ വേണ്ടി വാങ്ങി തന്നതാ. മടിച്ചു മടിച്ചത് പറഞ്ഞുകൊണ്ട് ഗംഗ കവർ രമ്യയ്ക്ക് നേരെ നീട്ടി. എനിക്ക് ബ്ലൗസ് തയ്ക്കണം. ചെറിയൊരു വിക്കലോടെയാണ് ഗംഗ സംസാരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല. രമ്യ തയ്ക്കുന്ന റൂമിലെ കട്ടിലിൽ ഉഷയും സുശീലയും ഉണ്ട്. ഗംഗ അകത്തേക്ക് വന്നതും സുശീല കിടന്നെടുത്തു നിന്ന് എഴുന്നേറ്റു. ഉഷ എപ്പോഴും അതേ കിടപ്പ് തന്നെയാണ്. അതിനെന്താ, ഞാൻ ബ്ലൗസ് തയ്ച്ചു തരാം. അളവെടുക്കട്ടെ? ഗംഗ മൂളിയതും രമ്യ കഴുത്തിൽ ചുറ്റിയിട്ടിരുന്ന ടേപ്പ് കയ്യിലേക്കെടുത്ത് ഗംഗയ്ക്ക് അരികിലേക്ക് വന്നു. ശേഷം മെഷീന്റെ അരികിൽ കിടന്ന് കസേരയുടെ മുകളിലിരുന്ന് ഒരു പഴയ ബുക്കെടുത്ത് നിവർത്തി വെച്ചു. അതിൽ ഗംഗ എന്ന് എഴുതി അടിവരയിട്ട ശേഷം എടുത്ത ഓരോ മെഷർമെന്റും അതിലേക്ക് എഴുതി വെച്ചു. ഇന്ന് വൈകുന്നേരം തയ്ച്ചു തരാം കേട്ടോ ഗംഗേ? രമ്യ പറഞ്ഞതും ഗംഗ തലകുലുക്കിക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ പെണ്ണാകെ ഇത്തിരിയേ ഉള്ളൂ അല്ലേ ഉഷേ? അളവെടുക്കാൻ വേണ്ടിയൊന്നും ഇല്ല. രമ്യ അളവെടുക്കുന്ന നേരം ഗംഗയെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞ സുശീല ഉഷയോടായി പറഞ്ഞു. ആദ്യം വീട്ടിൽ വന്നപ്പോ ഇത്തിരി കൂടി ആളുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും മെലിഞ്ഞു പോയതാ ചേച്ചി. അതെന്താ, അവൾക്ക് ഇവിടുത്തെ ആഹാരമൊന്നും പിടിക്കുന്നില്ലേ? ആർക്കറിയാം, അതൊരുപാടുള്ള വീട്ടിലെ പെങ്കൊച്ചല്ലേ. അതിന്റെ വീട് കാണണം. കൊട്ടാരം പോലൊരു വീട്. സത്യം പറഞ്ഞാലേ ആ വീടിനൊരു തൊഴുത്തുണ്ടെങ്കിൽ അതിന്റെ വലിപ്പം പോലും കാണില്ല നമ്മുടെ ഈ വീടിന്. പിന്നെ എന്തോ ദുർബുദ്ധി തോന്നി അവന്റെ ഒപ്പം ഇറങ്ങിപ്പോന്നതാ. ആ വീട്ടില് ആ കൊച്ചു 3-4 കറിയൊക്കെ കൂട്ടി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതായിരിക്കും. അതിനിപ്പോ ഇവിടെ വന്ന ശേഷം നമ്മുടെ ഈ കറിയും രുചിയൊന്നും പിടിക്കുന്നില്ല. ഉഷ പതിയെ പറഞ്ഞു. അതേസമയം ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറിയ രാഹുൽ മുറിയിലേക്ക് നടക്കുമ്പോൾ കേൾക്കുന്നത് ഉഷയുടെ സുശീലയുടെ ഈ സംസാരമാണ്. അവൻ അല്പനേരം ആലോചനയോടെ അവിടെ നിന്നു. ശേഷം മുറിക്കകത്തേക്ക് കയറുമ്പോൾ ഗംഗ കട്ടിലിൽ ഒരു വശം ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരു ചുരിദാറിന്റെ ടോപ്പും ലൂസ് പാൻറ്റുമാണ് വേഷം. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഗംഗ ഒരുപാട് ക്ഷീണിച്ചു പോയിരിക്കുന്നു. അവളുടെ നിറവും അല്പം മങ്ങിയിട്ടുണ്ട്. തനിക്കൊപ്പം വരുമ്പോൾ പാല് പോലത്തെ വെളുത്ത നിറവും അല്പം തുടുത്ത ശരീരവുമായിരുന്നു. കഴുത്തിലെ എല്ലൊക്കെ ഇപ്പൊ തെളിഞ്ഞു കാണാം. അകത്തേക്ക് കയറിയ രാഹുൽ ഇത്തിരി നേരം അവിടെ നിന്ന ശേഷം വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി. കാരണമറിയാതൊരു അസ്വസ്ഥത അവനെ വന്ന് പൊതിഞ്ഞു. ആ സമയം ആ കിടന്ന കിടപ്പിൽ ഗംഗ അങ്ങോട്ട് മയങ്ങിപ്പോയി. ഇതിനിടയിൽ രാഹുൽ മുറിയിൽ വന്നതോ പോയതോ ഒന്നും അവൾ അറിഞ്ഞില്ല. അവൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ പുറത്താരുടെയൊക്കെയോ സംസാരം കേട്ടു. കുറച്ചു സമയം അകത്ത് തന്നെ ഇരുന്ന ഗംഗ ആ സംസാരങ്ങൾക്ക് കാതോർത്തു. പരിചയമില്ലാത്ത ശബ്ദങ്ങളാണ് കൂടുതലും. അല്പസമയം മടിയോടെ മുറിയിലിരുന്ന ശേഷം പിന്നെ വരുന്നത് വരട്ടെ എന്ന് വെച്ച് അവൾ പതിയെ പുറത്തേക്കിറങ്ങി. ഹാളിൽ 1-2 ആണുങ്ങളൊക്കെ കണ്ടു. അത്യാവശ്യം പ്രായമുള്ളവരാണ്. അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മെല്ലെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അടുക്കളയിൽ രമ്യ നിൽപ്പുണ്ട്. ചേച്ചി, ആരാ അതൊക്കെ? അത് അമ്മയുടെ ആങ്ങളമാരാ. ഒന്ന് നമ്മുടെ സുശീലമാമ്മയുടെ ഭർത്താവ്, പിന്നെയുള്ളത് ഒരു അകന്ന ബന്ധത്തിലെയാ. നിങ്ങളുടെ വിവാഹമല്ലേ, മറ്റന്നാൾ അത് കൂടാൻ വേണ്ടി വന്നതാ. രമ്യ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉഷ അടുക്കള വാതിൽ വഴി ഒരു കവറിൽ എന്തോ സാധനവുമായി വരുന്നത് ഗംഗ കണ്ടത്. അവൾ വഴിയിൽ നിന്നും അല്പം നീങ്ങി നിന്നു. ഉഷ കവറിനുള്ളിൽ നിന്ന് 2-3 കപ്പയെടുത്ത് പുറത്തേക്ക് വെച്ചു. രമ്യെ, വേഗം ഇതൊന്നും മുറിച്ച് പുഴുങ്ങിക്കേ. അവർ രണ്ടുപേരും ഒന്നും കഴിക്കാതെയാ വന്നേ. രമ്യ ധൃതിയിൽ തന്നെ കപ്പ തോല് കളഞ്ഞ് 4ആയി മുറിച്ച് വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയെടുത്ത് അല്പം ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സുശീല പിന്നാമ്പുറം വഴി ഒരു പഴുത്ത തേക്കലയിൽ കുറച്ച് കാന്താരിയുമായി അവിടേക്ക് വന്നു. അവരതുതന്നെ കല്ലിൽ വെച്ച് ചതച്ച് അല്പം ഉള്ളിയും വെളിച്ചെണ്ണയും തൂവി ഉപ്പുമിട്ട് കലക്കിയെടുത്തു. അപ്പോഴേക്കും കപ്പയും വെന്തു. രമ്യ അത് ഊറ്റുന്ന നേരത്താണ് സുശീല അവിടേക്ക് വന്നത്. ഇത്ര പെട്ടെന്ന് കപ്പ വെന്തോ രമ്യ? അതാ കണാരൻ ചേട്ടന്റെ കടയിലെ കപ്പയാ, പെട്ടെന്നാ വേകുന്നേ. അവരാ പിന്നിലെ സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്നതല്ലേ, നല്ല കപ്പയാ. രമ്യ കപ്പയുടെ ഉള്ളവും വെള്ളം ഊറ്റി എടുക്കുന്നതിനോടൊപ്പം അവരെ നോക്കി പറഞ്ഞു. ഗംഗ അപ്പോഴും ഒന്നും മിണ്ടാതെ വാതിൽ ചാരി നിന്നതേ ഉള്ളൂ.
പുഴുങ്ങിയ കപ്പയും ഉടച്ച കാന്താരിയും 2 പാത്രങ്ങളിലാക്കിക്കൊണ്ട് സുശീല ഹാളിലേക്ക് നടന്നു. പിന്നാലെ 2 ഗ്ലാസ് കട്ടനുമായി ഉഷയും. ഹാളിൽ പിന്നെയും മാമന്മാരുടെ സംസാരം കേൾക്കാം. ഗംഗ വെറുതെ അടുക്കളപ്പടിയിലേക്കിരുന്നു. രമ്യ അപ്പോഴേക്കും ഒരു ഗ്ലാസ് കട്ടൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. നേരം പതിയെ ഇരട്ടിത്തുടങ്ങി. ഏകദേശം 9:30 അടുത്തപ്പോഴാണ് രാഹുൽ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ മാമന്മാരെയൊക്കെ കണ്ടത് അവൻ അവരെയൊക്കെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പതിയെ റൂമിലേക്ക് കയറി. ഗംഗ അപ്പോഴും കിടപ്പാണ്. അവൻ വന്നതൊന്നും അവൾ അറിഞ്ഞില്ല. ഗംഗെ, രാഹുൽ അവളെ പലതവണ വിളിച്ചിട്ടും അവൾ ഉണരാതായതോടെ മെല്ലെ അവൻ അവളുടെ കയ്യിലൊന്ന് തട്ടി. ഗംഗ ഒരു ഞെട്ടലോടെ ചാടിപ്പടിഞ്ഞെഴുന്നേറ്റു. ഏ, എന്താ? നീ ആഹാരം കഴിച്ചായിരുന്നോ? ഈ വീട്ടിൽ വന്ന് ഇത്രയും നാളിനിടയ്ക്ക് ഇതാദ്യമായിട്ടായിരിക്കും രാഹുൽ ഇങ്ങനെ ചോദിക്കുന്നത്. ഗംഗ ഒട്ടൊരു സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? കുറച്ചു സമയമായിട്ടും അവൾ മറുപടിയൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും രാഹുൽ ശബ്ദം ഉയർത്തി. ഇല്ല, കഴിച്ചില്ല. നോക്ക്, ഇവിടെ ഉണ്ടാക്കുന്നതല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വാ തുറന്ന് പറയണം, കേട്ടല്ലോ? അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞത് ഗംഗ അവനെ പേടിപ്പിക്കുന്നത് പോലെ ഒന്ന് നോക്കി. പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം വാങ്ങിത്തരാൻ രാഹുൽ ഒരു ജോലിയുണ്ടോ? കയ്യിൽ 10 പൈസ എടുക്കാൻ നേരത്ത ആളോട് പിന്നെ ഞാനിങ്ങനെ പറയും വാങ്ങിത്തരാൻ? ഗംഗ ചോദിച്ചപ്പോ എന്തുത്തരം പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി രാഹുൽ. പിന്നെ പെട്ടെന്ന് അവൻ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു നെടുവീർപ്പോടെ ഗംഗ വീണ്ടും കട്ടിലേക്കിരുന്നു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ മിത്ര. താങ്ക് യു.